നമ്മൾ ഈ സിനിമയിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ സലീം കുമാർ തബല വായിക്കുന്നത്, അങ്ങനെ കുറേ ആൾക്കാർ, ഇപ്പോൾ പാട്ട് പാടുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ട് കിടക്കുന്ന ഒരു സംഭവം പറഞ്ഞതോടുകൂടി ഗിരീഷ് ഭയങ്കര ഇൻസ്പയർഡ് ആകും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഈ കഥാപാത്രം ബാബുക്ക മാത്രമല്ല, എൻ്റെ മനസ്സിൽ മറ്റൊരാളുണ്ട്. കാരണം ഈ കഥ നടക്കുന്നത് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലാണ്. മെഹബൂബ് ഉണ്ട്, കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ മെഹബൂബിനെയും ഞാൻ ക്യാരക്ടറൈസ് ചെയ്യണം. അപ്പോൾ മെഹബൂബിനെയും ബാബുക്കയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാന്തരീക്ഷമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് കോഴിക്കോടല്ല എന്നിട്ട് പശ്ചാത്തലം. അതിലിപ്പോൾ പാട്ട് സെട്ട് എന്ന് പറഞ്ഞിട്ട് ഒടിയൂർ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. അത് മട്ടാഞ്ചേരിയിലെ പാട്ടിനെ സ്നേഹിക്കുന്ന, കൊച്ചിയിൽ പാട്ടിനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ, കോഴിക്കോട് പാട്ടിനെ സ്നേഹിക്കുന്ന, എനിക്കറിയാം കുറെ ഒരു ഗസൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇപ്പോൾ ഉമ്പായി എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഒരു ഹിന്ദുസ്ഥാനിക്ക് ഒരു കോഴിക്കോടും കഴിഞ്ഞ പിന്നെ കൊച്ചിയാണ്. നമ്പർ വൺ കോഴിക്കോടാണ്, അതിന്റെ പിന്നെ കൊച്ചിയിലാണ്. അതിൻ്റെ ഒരു കേന്ദ്രം. അപ്പം അങ്ങനെയാണ് ശരിക്കും പറയണമെങ്കിൽ. ഇതങ്ങ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഗിരീഷ്, സത്യം പറയണമെങ്കിൽ ഗിരീഷിൻ്റെ ഒരു പരിപാടിയുണ്ട്. സന്തോഷം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില നല്ല പാട്ടുകളൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അതൊരു ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ വന്നിട്ട് ആ ഉമ്മ ചിലപ്പോൾ കുറേ നേരം നിലനിൽക്കും. നമ്മളെ കവളത്ത് ഇങ്ങനെ പിടിച്ചിട്ട്. പക്ഷെ അത് സ്നേഹം കൊണ്ടുള്ളൊരു ആ ഒരു പ്രകടനമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എത്ര പാട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇതിൽ ഞാൻ ഈ പാട്ട് ആദ്യം എഴുതുള്ളൂ, വിദ്യ ഈ പാട്ട് നമുക്ക് ആദ്യം ട്യൂൺ ചെയ്യണം എന്ന് പറഞ്ഞ് ജയേട്ടൻ പാടിയ പാട്ട് എന്തേന്നും വന്നില്ല എന്നുള്ളത്. കാരണം അത് ആ സിനിമയുടെ മൂഡാണ്. ഈ പറയുന്ന മട്ടാഞ്ചേരിയുടെ ഒരു ലോകവും ഈ ബാബുക്കയുടെ ഒക്കെ ഒരു ലോകവും ആ പടത്തിൽ അങ്ങനെയാണല്ലോ. വിഷ്വലൈസേഷൻ അങ്ങനെയാണ്. ബാബുക്ക അതുപോലെ ഒരു ഫോണിൽ ഇരുന്നിട്ട് പാടുന്ന മാതിരി തന്നെയാണ് നമ്മൾ ഫുൾ പാട്ട് പിക്ചറൈസ് ചെയ്തേക്കണം. ജസ്റ്റ് മറ്റുള്ള പാട്ടുകളിൽ നിന്നൊക്കെ ഈ പാട്ടിന് വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെയാണ് ഈ പാട്ടാണ് ശരിക്കും ആദ്യം ട്യൂൺ ചെയ്തെന്നുള്ളത്. സത്യത്തിൽ വിദ്യയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗസൽ മൂഡിലുള്ളൊരു പാട്ട് ഞാൻ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ അതൊരു ചലഞ്ചായിട്ട് പുള്ളി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആ പാട്ടിൻ്റെ ഒരു വിഷ്വലൈസേഷൻ്റെയും പാട്ടിൻ്റെ എല്ലാം കൂടി ഒരു മൂഡ് അവിടെ വരാൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആ വുഡ് ടെക്സ്ചറില്ലേ, ഒരുപാട് വുഡ്, ചുറ്റും ഒരുപാട് വുഡുകൾ, അതുപോലെ തന്നെ ഹോൾ ടോൺ വന്നിട്ട് ഭയങ്കര എത്നിക് ടോണായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു, പിന്നെ ഞാനതിൽ റിസർച്ച് നടത്തി ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്താ വെച്ചാൽ ദാറ്റ് ഈസ് ഷോട്ട് ബൈ എ ഡിഫറെൻറ്റ് ക്യാമറമാൻ ഓൾസോ. അപ്പോൾ അതിലൊരു എന്താ പറയുക വെച്ചാൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു പിക്ചറൈസേഷൻ ഫ്രെയിമായിട്ട് അങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മട്ടാഞ്ചേരിയിലുള്ള മെഹബൂബിൻ്റെ ഒരു ഈ വൈകുന്നേരങ്ങൾ അവർ കുറേ സുഹൃത്തുക്കളായിട്ട് പാടുന്നത്, അതേപോലെ ബാബുക്കയുടെ മെഹഫിലുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മളത് വന്നത്. അതിൽ ജേട്ടൻ പാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് പാടാനായിട്ട് സ്വാഭാവികമായിട്ട് ആദ്യം ഒരു ഗസൽ സിംഗറെയാണ് ആരും സജസ്റ്റ് ചെയ്യും അല്ലേ. കാരണം അങ്ങനത്തെ ഒരു മൂഡിലുള്ള പാട്ടാണ്. അപ്പോൾ ഇത് ആര് പാടുമെന്ന് ചോദിച്ചു വന്നപ്പോൾ ഞാൻ അന്ന് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ജേട്ടൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ എല്ലാ പടത്തിലും ചേട്ടൻ പാടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാട്ട് ചേട്ടനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാഗരൻ ഇങ്ങനെ നോക്കി, അല്ല ചേട്ടൻ ഗസൽ പാടും, എന്താ പാടിയാൽ ഏത് പാട്ടും പാടുമല്ലോ, അങ്ങനെയാണല്ലോ അതിൻ്റെ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചേട്ടൻ പാടിയ ഏറ്റവും നല്ലൊരു ഗസൽ പാട്ട് അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ചായലുള്ളൊരു പാട്ടായിരിക്കും ജസ്റ്റ് എന്നുള്ളത്. അങ്ങനെയാണ് ശരിക്കും. അതിൽ വേറെ പ്രത്യേകത എല്ലാ വോയിസസും അതിലൊരു കൺവെൻഷണൽ വോയിസസ് ഒരു പാട്ടും ഉണ്ടായിരുന്നില്ല. വേറെ ഉണ്ട്, മറ്റേ ബൽറാം മൂസയൊക്കെ വന്നിട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ടിൽ മാത്രമല്ല അതിലുള്ള എല്ലാ പാട്ടുകളും വേറെ ബൽറാം പാടിയിട്ടുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ, ഫ്രഷ് വോയിസസ് ആണ് അതിൽ, എക്സിസ്റ്റിംഗ് വോയിസസ് അല്ല. അതുകൊണ്ട് തന്നെ ആ പാട്ടിന്റെ ഒരു ടോണും ആ സിനിമയുടെ മൂഡുമായിട്ട് വളരെയധികം അത് വളരെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മൂളും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മൂളും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവള തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റോലും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ, എന്റെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും
ചൊല്ലില അനുരാഗം മൂളും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ